ട്രേഡേഴ്സ് ഇതൊരു ലൈവ് ട്രേഡ് അല്ല, ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇന്ന് മാർക്കറ്റ് ഇപ്പോൾ ഒരു ക്ലോസിങ്ങിൻ്റെ സമയത്തോട് അടുക്കുന്നു, ഒരു 3 മണി ആവുന്നു. ജസ്റ്റ് നമ്മൾ ട്രേഡ് എടുത്തത് ജസ്റ്റ് ഈ ഒരു ട്രേഡ്സാണ് നമ്മൾ എടുത്തത്. ഞാൻ മൊബൈലിലാണ് ട്രേഡ് എടുത്തത്. എനിക്ക് ലൈവായിട്ട് സിസ്റ്റം ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ, വേറൊന്നും കൊണ്ടല്ല. അതുകൊണ്ടാണ് എനിക്ക് 2 ദിവസമായിട്ട് അതിൻ്റെ കൂടെ അപ്ഡേറ്റ് പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് 2 ദിവസമായിട്ട് നമ്മളുടെ സ്റ്റാഫിൻ്റെ ഒരു കുറവ് കാരണം എനിക്കൊന്നും നമ്മളുടെ അവിടെ നമ്മുടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ടി വന്നു. അവിടെ ഒന്ന് ഇച്ചിരി കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് എനിക്ക് മൊബൈലിലായിരുന്നു ട്രേഡ് എടുക്കാൻ സാധിച്ച്. ഇന്നലെ ഞാൻ എടുത്ത ട്രേഡ് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പോൾ കുറേ ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ട്, അതാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഒരു ഓവറോൾ ഒരു 12,000+ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ക്വാണ്ടിറ്റി കൂടുതൽ ചെയ്തതാണ്. ഇവിടെ 210 ക്വാണ്ടിറ്റി ആയിരുന്നു നമ്മൾ ചെയ്തത്. വേറൊന്നുമല്ല, ഞാൻ റീസണും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു ട്രേഡിൽ 2 ട്രേഡ് എടുത്തത്. ഈ ഒരു ട്രേഡിൽ 3 ട്രേഡാണ് ആക്ച്വലി എടുത്തത്. അതിൻ്റെ അത് ഈ ഒരു ട്രേഡിൽ നമ്മളൊരു ലോസാണ് ബുക്ക് ചെയ്തത്. ആക്ച്വലി സെയിം കോൾ ഓപ്ഷൻ തന്നെയാണ് എടുത്തത്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 57,900 കോൾ ഓപ്ഷനും 800 കോൾ ഓപ്ഷനുമാണ് എത്തിയത്. എടുക്കാനുള്ള റീസണും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ ട്രേഡ് എടുത്തത് 11:50 ആ ട്രേഡ് 6 മിനിറ്റേ നമുക്ക് നിന്നുള്ളൂ. ആ ഒരു 6 മിനിറ്റിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങുമായിരുന്നു. നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്തൊരു ട്രേഡായിരുന്നു ഇതിപ്പോൾ ഇന്ന് 28-ാം തീയതിയിലെ ട്രേഡ്. മാർക്കറ്റിനെ നിങ്ങൾ ഞാൻ രാവിലെ തൊട്ട് മാർക്കറ്റ് ഓപ്പണായി ഈ ഒരു പോർഷൻ തൊട്ടേ ഞാൻ മാർക്കറ്റിനെ നോക്കുന്നുണ്ടായിരുന്നു. മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴത്തോട്ട് വന്നു. ഇവിടെ ഒരു ബേസ് ഫോം ചെയ്തു. ഫസ്റ്റ് ആദ്യത്തെ റീസൺ ഇവിടെ ഒരു മാർക്കറ്റ് ഒരു അപ്സൈഡ്, അപ്പോൾ രാവിലെ ഇവിടുന്ന് താഴത്തോട്ടാണ് വീണെന്നുണ്ടെങ്കിലും എനിക്കൊരു അപ്സൈഡ് മൊമെൻറ്റം തന്നെയായിരുന്നു ഇവിടുന്നും ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഒരു അപ്സൈഡ് എൻട്രി കിട്ടുമോന്നായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ട്രേഡിൽ എൻട്രി എടുത്തൊരു ക്യാൻഡിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ഈ ക്യാൻഡിലിൻ്റെ ലോ തന്നെയായിരുന്നു സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിരുന്നത്. ഇവിടെ അല്ലായിരുന്നു ആക്ച്വലി സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത്. ഇവിടെ വെച്ചുകൊണ്ടാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആദ്യത്തെ ട്രേഡിൽ ഹിറ്റായത്. ആക്ച്വലി സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ അങ്ങനെ വയ്ക്കുന്ന സമയത്ത് അത് എന്തുകൊണ്ട് അപ്പോൾ അവിടെ വച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് മെഷർ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മളുടെ ട്രേഡ് എടുത്തത്. നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെയാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വെച്ചെങ്കിൽ നിങ്ങൾ നോക്കിയാൽ 164 പോയിൻറ്റ്സ്. ഇത് ഒരിക്കലും നമുക്ക് അഫോർഡബിളായ ഒരു സ്റ്റോപ്പ് ലോസ് അല്ല. ഇവിടുന്ന് എത്ര മൊമെൻറ്റം മേളിലേക്ക് കിട്ടിയാലും നമുക്ക് അഫോർഡബിൾ ആയൊരു സ്റ്റോപ്പ് ലോസ് അല്ല. പക്ഷേ ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് ട്രേഡ് എടുക്കാൻ പറ്റാത്തതെന്നും കൂടെ കാണിച്ചു തരാം. ഇവിടെ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫോളോ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു പാറ്റേൺ, ഈ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് മാർക്കറ്റിൽ സാധിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ഈസിലി നമുക്ക് ട്രേഡിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ ഒരു സ്പോട്ടിൽ പാറ്റേണിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? തെറ്റിക്കോട്ടെ, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പാറ്റേണിനെ ഒന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ഇടാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. നമ്മളെപ്പോലെയുള്ള ഒരുപാട് പേര് നമ്മളുടെ ഗ്രൂപ്പിലുണ്ട്, ഒരുപാട് പേര് നമ്മുടെ കൂടെയുണ്ട്. അവർക്കും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. അവരും ചിലപ്പോൾ തെറ്റായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്, പക്ഷേ തെറ്റിയാലും കുഴപ്പമില്ല. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. കുറേ പ്രാവശ്യം തെറ്റി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ശരിയായി വരും. സോ വീഡിയോ പോസ് ചെയ്യുക. ഏതങ്ങനെ പാറ്റേൺ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആ പാറ്റേണിനെ നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്തിടുക. ഓക്കെ, പാറ്റേൺ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ലെഫ്റ്റ് ഷോൾഡർ, ഇതാണ് ഹെഡ്, ഇതാണ് റൈറ്റ് ഷോൾഡർ. റൈറ്റ്, ഇപ്പോൾ ഒരു ഈ പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് തോന്നുന്നു. ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, റൈറ്റ് ഷോൾഡർ. ഓക്കെ, ഇതിൻ്റെ ബ്രേക്ക് ഔട്ടിലാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, റൈറ്റ് ഷോൾഡർ, ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ പാറ്റേൺ ആണ്. ഈ പാറ്റേണിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാറ്റേണിൻ്റെ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുത്താൽ ഹെഡിൻ്റെ താഴത്തായിരിക്കണം സ്റ്റോപ്പ് ലോസ് എന്ന്. ആക്ച്വലി അങ്ങനെയായിരുന്നു വെച്ചിരുന്നെങ്കിൽ ആദ്യത്തെ ട്രേഡിൽ നമുക്ക് ലോസ് അടിക്കില്ല, ഇവിടം വരെ മാർക്കറ്റ് വന്നില്ല, മനസ്സിലായോ? പക്ഷേ നമ്മളുടെ ബെയറബിൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇത്രയുമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഇവിടെ കൊടുത്തത്. സോ അതാണ് റീസൺ നമ്പർ 1. ഇനി അടുത്ത് ഈ ഒരു പാറ്റേൺ ഉണ്ടായി. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് ഇവിടെ ഒരു പാറ്റേൺ ഉണ്ടായി.
ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, റൈറ്റ് ഷോൾഡർ. ഇതിൻ്റെ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ഉണ്ട്. റീടെസ്റ്റ് ചെയ്തു. ഈ റീടെസ്റ്റ് ചെയ്ത സമയത്താണ് ഞാനിവിടെ എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിലായിരുന്നു. മാർക്കറ്റ് അവിടുന്ന് അപ്പം തന്നെ തിരിച്ച് വന്ന് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടുന്ന് ഹിറ്റ് ചെയ്യായിരുന്നു ആദ്യത്തെ ട്രേഡിൽ. ഓക്കെ, രണ്ടാമത്തെ ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 56 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. 57 അപ്പം തന്നെ നമ്മൾ അടുത്ത ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. കോൾ ഓപ്ഷനിൽ തന്നെ സെയിം സ്ട്രൈക്ക് പ്രൈസിൽ എൻട്രി എടുത്തു. അതെന്തുകൊണ്ട് എൻട്രി എടുത്ത് വെറുതെ റാൻഡംലി കയറി എൻട്രി എടുത്തതല്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യാൻ തുടങ്ങി. ഈ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യാൻ തുടങ്ങിയ ഉടനെ, കാരണം നമുക്കൊരു കൺവിക്ഷൻ ഉണ്ട് നമ്മളുടെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഇവിടെ ഫോമായി മാർക്കറ്റ് മേളിലേക്കാണ് പോകുന്നതെന്ന്. ഇവിടെ വന്നു നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. പക്ഷേ അത് അവിടുന്ന് താഴത്തോട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. അതായിരുന്നു നമ്മളുടെ സെക്കൻഡ് ട്രേഡ്. 57 എടുക്കുന്നു. 58 നമ്മളുടെ ട്രേഡിൽ നിന്ന് ഈ എക്സാക്ട്ലി ഗ്രീൻ ക്യാൻഡിലെ ഫോർമേഷൻ നമ്മൾ ട്രേഡിൽ എൻട്രി എടുത്തു. റെഡ് ക്യാൻഡിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കളഞ്ഞു. കളഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. റൈറ്റ്, അഗെയിൻ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ, ഈ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് ജസ്റ്റ് മേളിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാനിവിടെ വീണ്ടും എൻട്രി എടുത്തു. അപ്പം എൻട്രി എടുത്തപ്പോഴും നിങ്ങളാലേക്കും ചിലപ്പം ഇത്രയും താഴത്ത് കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇല്ല, ഞാൻ ജസ്റ്റ് ഇനി താഴത്തോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. മാർക്കറ്റ് ഇങ്ങനെ പോകാൻ തുടങ്ങിയ ഉടനെ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. 11:58 ട്രേഡിൽ 12:08 നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. 131 131.64 നമ്മളുടെ എൻട്രി എടുത്തത്. നമ്മൾ എക്സിറ്റ് ചെയ്തത് 12:25 നമ്മളുടെ എക്സിറ്റ് വന്നത്. 12:25 എന്ന് പറയുമ്പോൾ റൈറ്റ്, ഓക്കെ, ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കുമാണ് നമ്മൾ, കാരണം ഇനി അവിടെ എന്തുകൊണ്ട് എക്സിറ്റ് ചെയ്തു, നമുക്ക് ഇത്രയും വലിയൊരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്തുകൂടാന്ന് ചോദിക്കും. പക്ഷേ എവിടുന്ന് വേണമെങ്കിലും മാർക്കറ്റിന് തിരിയാം. ഇപ്പം നമുക്ക് അത്രയും മേലിലേക്ക് പോയ മാർക്കറ്റ് ഇത്രയും താഴത്തോട്ട് വന്ന് അത് കഴിഞ്ഞപ്പോൾ സൈഡ് വൈസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. സോ അപ്പം നമുക്ക് ഒരു സ്യൂറ്റബിൾ ആയ, ഞാനൊരു 10,000 രൂപയുടെ ഒരു പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ എടുത്തിട്ട് ഇറക്കാമെന്നായിരുന്നു വിചാരിച്ചത്. ഓവറോൾ ഒരു 5,000+ ഒരു പ്രോഫിറ്റ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ മാർക്കറ്റ് നമ്മളുടെ 5,000 കഴിഞ്ഞ് ഗ്രീൻ ക്യാൻഡിൽ അപ്സൈഡ് ഉണ്ടാക്കി പോകുന്നത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്തേ ഉള്ളൂ. പിന്നെ കൂടുതൽ ഗ്രീൻനെസ് കാണിച്ച് നമ്മളുടെ ഉള്ള പ്രോഫിറ്റും കൂടെ കളയണ്ടല്ലോ എന്ന് ഓർത്ത് ഒരു 18,000 ഒരു പ്രോഫിറ്റ് നമ്മൾ ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്തു. ഓവറോൾ ഒരു 12,000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ബുക്ക് ചെയ്യേണ്ട ട്രേഡേഴ്സ്. താങ്ക് യു, ബൈ.